ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഫാമിലി ലീനു സ്റ്റോക്സ്. ദിസ് ഇസ് ലീനു ഫ്രം ഹെവൻലി ഹാൻഡ്മെയ്ഡ്. അപ്പം ഞാനാണെങ്കിൽ കുറേ നാളായി ത്രെഡൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി കേട്ടോ. ഞാനിപ്പോൾ ഈ നേരത്തെയൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ത്രെഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമ്മളങ്ങനെ ത്രെഡൊക്കെ ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കത്തുള്ളൂ. അല്ലാതെ മുഖം ഫേസ് വാഷ് ഒക്കെ ഇട്ട് ക്ലീൻ ആക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മിക്കവാറും എന്തെങ്കിലും ഫേസ് പാക്കോ അങ്ങനെ എന്തെങ്കിലും ഇടും. പിന്നെന്താണ്, ഞാനിങ്ങനെ ന്യൂസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയിൽ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തിനാ യുദ്ധമൊക്കെ? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചാൽ പോരെ. അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തൊക്കെ ജീവിച്ചാൽ പോരെ. വെറുതെ യുദ്ധം അതും ഇതൊക്കെ പറഞ്ഞ് എന്തിന് ഇത്ര മെസ്സാകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ചിന്താഗതിയാട്ടോ, ഒരു പീസ്ഫുൾ ആയിട്ട് അങ്ങ് പോകുന്നതിൽ ഏറ്റവും നല്ലത് അങ്ങനെ. പക്ഷേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കുന്നു. കാരണം യുദ്ധമൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ അങ്ങ് ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പീസ്ഫുള്ളായിട്ട് അങ്ങ് പോകുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അതിനകത്തൊക്കെ നമ്മൾ ഓരോ യുദ്ധങ്ങൾ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള അതിൻ്റെ തിക്താനുഭവങ്ങളൊക്കെ നമ്മളതിനകത്ത് കണ്ടതാണ്. അപ്പം അതൊക്കെ മാറി എല്ലാം പീസ്ഫുൾ രീതിയിലേക്ക് സമാധാനപരമായിട്ട് വരുമെന്ന് തോന്നും. പിന്നെ ഞാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ ത്രെഡ് ചെയ്തിട്ട് ഞാൻ കുറേ നാളായി. പിന്നെ മുടി വെട്ടിയിട്ടും കുറേ നാളായി കേട്ടോ. മുടിയൊക്കെ ഇനി ഒന്നുകൂടെ ഷേപ്പ് ചെയ്യണമെന്ന് എനിക്ക് പണ്ട് ഒത്തിരി വളർത്തുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം പക്ഷേ എനിക്ക് അങ്ങനെ വളർത്തുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇനി ചെയ്യണം. എല്ലാം ചെയ്യാം. ഇപ്പം ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഇനി വരാനുണ്ട്. അത് ചിലപ്പോൾ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ആഴ്ചയ്ക്ക് ഇന്നായിരുന്നു ഡിസ്പാച്ച് ഡേറ്റ് വെച്ചിരുന്നത്. അപ്പം എല്ലാം നാളെയും മറ്റന്നാളും കൊണ്ടെല്ലാം ഇനി അയച്ചു തീർക്കണം. ഞാൻ കൂടുതലായിട്ടും അയക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഇല്ല കേട്ടോ. കാരണം ഇൻ്റർനാഷണൽ നമ്മൾ വെളിയിലോട്ട് അയക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം, അത്രയ്ക്ക് ബൾക്ക് ഓർഡേഴ്സ് എടുക്കണം. അപ്പോൾ അത്രയ്ക്ക് ബൾക്ക് ഓർഡേഴ്സ് എടുത്തെങ്കിലേ നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് പറ്റത്തുള്ളൂ. കാരണം ഭയങ്കര ഷിപ്പിംഗ് റേറ്റ് ആട്ടോ. ഇപ്പം UK ഒക്കെ ആണെങ്കിലും ബഹറിന്, ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ DTDC ആണെങ്കിലും അതുപോലെ പിന്നെ ഇത്ര ടൈമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ നിന്ന് വാങ്ങിക്കുന്ന കൂടുതൽ ആൾക്കാർ നാട്ടിലെ അഡ്രസ്സിലോട്ട് അയച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എടുക്കുന്നത് ഇന്ത്യൻ പോസ്റ്റും പിന്നെ അതുപോലെ തന്നെ DTDC സർവീസും ആണ്. അല്ല വേറെ ഒന്നും ഞാനിങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇത് രണ്ടുമാണ് ട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിലും അതിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാർസൽസ് ഒക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് ചോദിച്ചും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. DTDC പക്ഷേ എനിക്കിങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ ചാർജ് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. അത് പെട്ടിയുടെ സൈസും വെയിറ്റും ഒക്കെ അനുസരിച്ച് ചാർജ് കുറച്ച് കൂടുതലാണ്. പിന്നെ ആ അനുസരിച്ചുള്ള ചാർജ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. അതാണ് അപ്പം അങ്ങനെയൊക്കെ. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്നവരടുത്ത്, തുടങ്ങാൻ പോകുന്നവരടുത്ത്, ഇപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ ഒരാൾ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും എടുക്കാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ജസ്റ്റ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം വേറെ ആൾ സാരിയുടെ ബിസിനസ് ചെയ്യുന്നു, വേറെ ആൾ ജ്വല്ലറിയുടെ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ലാഭം കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ നല്ലപോലെ പൈസ, അവർക്ക് ഇഷ്ടംപോലെ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് നമ്മളും അത് തന്നെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തിലാണോ ഇഷ്ടം, നമുക്ക് എന്തിലാണോ ഒരു പാഷൻ ഒളിഞ്ഞിരിക്കുന്നത്, ആ പാഷനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ വേണം നമ്മൾ പ്രൊഫഷനും ബിസിനസ്സും ആക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എന്തെങ്കിലും ഒരു കരിയർ ചൂസ് ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മുടെ ആ ഒരു കൊള്ളുന്നേ കയ്യിൽ എന്തോ കൊണ്ട് കയറുന്നു. എനിക്ക് തോന്നുന്നു ഗിയർ വയറിൻ്റെ സംഭവമായിരിക്കും. എന്തുവാന്ന്, ഇത് എന്തൊക്കെയോ കയറിയിരിക്കൊണ്ടല്ലോ. ഈശ്വര, ഗിയർ വയറിൻ്റെ സംഭവമായിരുന്നു കേട്ടോ. ഈ ഗിയർ വയറിൻ്റെ എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ അകത്തൊരു കമ്പിയുണ്ട്. ആ കമ്പിയൊക്കെ കാലിലും കയ്യിലേക്ക് കൊണ്ടുകയറിയിട്ട് ദൈവമേ സ്വർഗ്ഗം കാണും. അതുപോലെ ഭയങ്കര വേദനയാട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഗിയർ വയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കട്ടറും അതുപോലെ തന്നെ കത്രിയൊക്കെ വെച്ച് നല്ല രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാഷനെ വേണം നമ്മൾ പ്രൊഫഷനും ബിസിനസ്സും ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാതെ, അല്ലെങ്കിൽ അതിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെപ്പറ്റി ജസ്റ്റൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് വേണം നമ്മൾ കാലെടുത്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഏത് ഫീൽഡാണ്, നമുക്ക് നമ്മുടെ ആ ഒരു തിങ്കിങ് ലെവലും അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫീൽഡ് എന്താണോ അത് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഡിഗ്രി ആണെങ്കിലും എന്തുവാണെങ്കിലും വേറൊരാൾ പറയുന്നത് കേട്ടും അതുപോലെ തന്നെ വേറൊരാൾ പോയത് കണ്ടും അതുപോലെ അങ്ങനെ നമ്മൾ ഒരിക്കലും പോകരുത്. നമ്മുടെ ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാനെന്നല്ല, നമ്മളെ ഇങ്ങനെ നമ്മുടെ ചിന്തകളെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെസ്സാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒരുപാട് പേര് ശ്രമിക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ +2 10 കഴിയുമ്പോഴത്തേക്ക് നീ അതിന് പോകും, നീ ഇതിന് പോകും, നീ MBBSന് പോകും, നീ എഞ്ചിനീയറിങ്ങിന് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡിഗ്രിക്ക് പോകും, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, മറ്റുള്ളവർ പറയുന്നത് ചിന്തിക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് സമാധാനപരമായി തിങ്ക് ചെയ്തിട്ട് എനിക്ക് എന്തിലാണ് കഴിവുള്ളത്, ഞാൻ എന്തിൽ പോയാലാണ് വിജയിക്കാൻ. എനിക്കും സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വമ്പൻ മിസ്റ്റേക്ക് ആയിരുന്നു അത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ മെയിനായിട്ടും പറയുന്നത് ഇപ്പം കുട്ടികളോടാട്ടോ, അതായത് 10th +2 +1 കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോടാട്ടോ. അവർക്ക് കരിയർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമല്ലോ. എന്ത് ചൂസ് ചെയ്യണം, ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഇപ്പോഴത്തെ 90s കിഡ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്ത വൈബ്, തള്ള വൈബ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കേട്ടോ. പലർക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവങ്ങൾ വന്നെങ്കിൽ എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ്, അനുഭവങ്ങളാണ് നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള അധ്യാപകൻ. അങ്ങനെ ഒരു കോട്ടുണ്ടല്ലോ, അങ്ങനെ എന്തൊരു കോട്ടില്ലേ, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നോ
അങ്ങനെ പോട്ടെ. നമുക്ക് എക്സ്പീരിയൻസുകൾ വന്നെങ്കിലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടത്തുള്ളൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്ക് എന്തിലാണ് ഒരു പാഷൻ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ ഈ വെട്ടം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മറ്റേ പണ്ടത്തെ വിവോയുടെ ഫോണിന് ആ കുഴപ്പമില്ലായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു 1-2 സെക്കൻഡ് മിനിറ്റാണോ സെക്കൻഡാണോ എന്തോ കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ ഓഫ് ആകണം. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ മുഖം കണ്ടുകൊണ്ട് തന്നെ ഇരുന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ അങ്ങനെ ശീലിച്ച് പോയതുകൊണ്ടാണ്. അപ്പം നമ്മൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ വർഷം ഒരിക്കലും പോകരുത്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു നീറ്റിനോ അല്ലെങ്കിൽ എൻട്രൻസ് റിപ്പീറ്റിനോ ഒക്കെ പോവുകയാണെങ്കിലും മാക്സിമം അതിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫേർട്ട് ഇടുക. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു സ്കില്ലൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ എന്തൊരു കാര്യം ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു എന്താണ് പറയുന്നത്, എന്തോ ഒരു വേർഡ് പറഞ്ഞു, നമ്മൾ രണ്ടാമതൊരു വഴിയും കൂടെ. നമുക്ക് ഒരു വഴിക്കകത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ വഴിയിൽ ജസ്റ്റ് ഒരു സ്ട്രഗിൾ വന്നു. അപ്പോൾ അത് മറ്റേ വഴിയിൽ കൂടെ നമുക്ക് കയറി വരത്തക്ക രീതിയിൽ നമ്മൾ പറഞ്ഞത് മനസ്സിലായാലും നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് സ്കില്ലും പഠിക്കണം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഗ്രിയും കൂടെ എടുക്കണം. ഡിഗ്രി എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ അത് പാടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെ പറ്റുന്നതല്ലായിരിക്കും, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ സ്കില്ലും രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. മെയിനായിട്ട് ലാംഗ്വേജിൻ്റെ സ്കില്ലാട്ടോ. എനിക്കറിയാത്ത ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മുടെ കയ്യിൽ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ടൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ChatGPT വെച്ചിട്ടാണ്. ഞാൻ പ്രൊമോഷൻ ഒന്നും അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ChatGPT ഇപ്പോൾ ഗിബിലി സ്റ്റൈലൊക്കെ വന്നല്ലോ. അപ്പോൾ ChatGPTയോടെ ആണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എനിക്ക് അറിയാവുന്ന പൊട്ട ഇംഗ്ലീഷൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ അറിയാവുന്നതല്ല, നമുക്ക് പറയാൻ അറിയത്തില്ല. നമുക്ക് ഉള്ളിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ നമുക്ക് ടൈപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് അറിയാം, പക്ഷേ നമുക്ക് പറയാൻ അറിയത്തില്ല. അതാണ് മെയിൻ. ഇപ്പോൾ സ്പീക്കിംഗ് അറിയത്തില്ല. അപ്പം നമ്മളെപ്പോഴും മലയാളം നിൻ്റെ കലവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കും. എനിക്കാണെങ്കിൽ ടൈപ്പ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ അത് പറയാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ വായിൽ മലയാളമാണ് കയറി വരുന്നത്. അപ്പം അത് കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും അങ്ങനെ മലയാളത്തെ താത്തിയൊന്നും പറയുന്നതല്ല. നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല വെൻഡേഴ്സിനെ തപ്പി നടക്കുമല്ലോ. അപ്പം ചിലപ്പം കേരളത്തിലുള്ള വെൻഡേഴ്സൊന്നും അല്ലായിരിക്കും, വെളിയിലുള്ള വെൻഡേഴ്സൊക്കെ ആയിരിക്കും, മുംബൈ, മഹാരാഷ്ട്ര, അങ്ങനത്തെ വെൻഡേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷേ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം അവരൊക്കെ അവരുടെ ഇംഗ്ലീഷിലായിരിക്കും, അവർക്ക് ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അത് എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ ChatGPT വെച്ചോ അല്ലെങ്കിൽ AI വെച്ചോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കണം. സ്പീക്ക് ചെയ്യാൻ പറയാനൂടെ നമ്മൾ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ChatGPT വെച്ചിട്ടാണ് ബിസിനസ് സ്റ്റാർട്ടർ ആണെങ്കിൽ, അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ടർ ആണെങ്കിലും നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഈ 3 പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം അതൊക്കെ നമുക്ക് കിട്ടുന്ന ഫ്രീ പ്ലാറ്റ്ഫോംസ് ആണ്. അല്ലാതെ നമുക്ക് ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് പേയ്മെൻറ്റ് ഉണ്ട്. സ്പോൺസേർഡ് ആഡ്സ് കൊടുക്കണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന ഫ്രീ പ്ലാറ്റ്ഫോംസ് ആണ് ഈ 3 വേറെ ഇനി ഉണ്ടോ? ടിക്ടോക്ക് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇവിടെ ബാൻ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന 3 പ്ലാറ്റ്ഫോംസും നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്ത് യുണീക്ക് ഐഡിയ ആണെങ്കിലും അത് നല്ല രീതിയിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യാം. എൻ്റെ മുടിയാണെങ്കിൽ കഴിഞ്ഞു പോകുന്നല്ലോ, സ്ലൈഡ് എവിടെ കൊണ്ട് വെച്ചെന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യണം. നമ്മളായിരിക്കും നമുക്കുള്ള ഇത് വെച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് നമുക്കുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മതി. പിന്നെ അത് വരുന്നത് പോലെ അത് വന്നുകൊണ്ടേ ഇരുന്നോളൂ. നമുക്കുള്ളത് വെച്ച് നമ്മൾ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പം എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലായിരുന്നു. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസുകളാട്ടോ. അത് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളത്. ചിലർക്കൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ചിലർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുത്തൊന്നും ഇല്ലായിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. പിന്നെ വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും ആരും അങ്ങനെ വെൻഡേഴ്സിനെ ഒന്നും പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു വെണ്ടറിനെ പറഞ്ഞു കൊടുത്തു, പിന്നെ ആ വെണ്ടർ ചിലപ്പം എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ളവരല്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആരും അങ്ങനെ വെൻഡേഴ്സിനെ ഒന്നും ബിസിനസ്സിൽ അങ്ങനെ ഒരു ബിസിനസ് എത്തിക്സിനെതിരാണ്. എത്തിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. അങ്ങനെ ആരും ഒക്കെ പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അത് അവരവർ സ്വയം കണ്ടുപിടിക്കുന്നതായിരിക്കും. ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് സ്വയം കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഓരോ ജ്വല്ലറീസ് സെറ്റ് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ എല്ലാം ഒന്നും അങ്ങനെ പറഞ്ഞു തരാനായിട്ടൊന്നും പറ്റത്തില്ല. കാരണം അത് അവരവരുടെ എക്സ്പീരിയൻസ് വഴിയാണ് ഓരോ നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നത്. ചിലപ്പം എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും എല്ലാവരുടെ തലയിലും മനസ്സിലൊന്നും കയറണമെന്നൊന്നുമില്ല. അപ്പം നമ്മളത് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടിയല്ലോ. ഇപ്പം ഞാൻ കറൻറ്റ്ലി വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. എൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ അങ്ങനെ പോവാണ്. പിന്നെ സൈഡ് വഴി ഒരു ഡിഗ്രി കൂടി എഴുതിയെടുക്കുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും നമ്മുടെ ആ ഒരു 100% നമ്മൾ എഫേർട്ട് ഇടുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ കൂടി പല ഇതും നമുക്ക് വരും, ഡിസ്ട്രാക്ഷൻസും വരും. പക്ഷേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ആദ്യം ചിലപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ചമ്മലായിരിക്കും കേട്ടോ. അത് മറ്റുള്ളവർ കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ചമ്മലായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്ത് അങ്ങ് പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങ് ആയിപ്പോയിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മാക്സിമം നിങ്ങളത് ശ്രദ്ധിക്കുക. എൻ്റെ കുറച്ച് കഴിവുകളെല്ലാം തെറ്റിപ്പോയി. എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഞാൻ ഷെയർ ചെയ്തത്.
അപ്പം ജസ്റ്റ് ഞാനൊരു മാല ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി, അങ്ങനെ വന്നേ കേട്ടോ. ഞാനിപ്പം വീഡിയോസ് ഇടുന്നതൊക്കെ ഭയങ്കര കുറവാണ്, അതെനിക്കറിയാം. കാരണം നമുക്ക് ഈ വർക്കും ഇതുകൂടെ വരുമ്പോഴത്തേക്കും രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ആൾക്കാരെയൊക്കെ വെക്കണമെന്നുള്ളത്, പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷനിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ടോ ഇല്ലെന്നല്ല, പക്ഷേ നമ്മളിപ്പം ആ ഒരു ലെവലിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, സാധാ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ കോഡ്സ് ഒക്കെ, അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻസിനായിട്ട് ഞാൻ കാത്തിരിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഈ ഫോണിനകത്തൊക്കെ നോക്കിയിരുന്നാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമത് എനിക്ക് പണ്ടാണെങ്കിൽ കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കത് വെക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. കാരണം ഫുൾ ടൈം ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കണം, വരുന്ന എൻക്വയറീസിനുള്ള റിപ്ലൈ കൊടുക്കണം. അത് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും അങ്ങ് ഭയങ്കര ഇതാവും. അതുപോലെ തന്നെ കണ്ണും തലയും എല്ലാം കൂടെ അങ്ങ് ഫ്യൂസ് ആയ പോലെ ഇതാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരാം. ഇത്രയേ ഉള്ളൂ. ബായ്.